ക്കലേ വളരെ സിമ്പിളാക്കുകയാണ്. കാരണം കുറച്ച് ദിവസമായിട്ട് ഞാൻ നോമ്പ് നോൽക്കുമ്പം കുറച്ച് വിഭവസമൃദ്ധമായിട്ട് കഴിച്ചുകൊണ്ട് കുറച്ച് തടി കൂടി വരുന്നുണ്ട്. പിന്നെ എക്സസൈസും വല്ലാതെ അങ്ങോട്ട് ചെയ്യുന്നില്ല. ഇന്ന് ഞാൻ ഡേറ്റ്സാണ് നോമ്പ് നോൽക്കുമ്പോൾ കഴിക്കുന്നത്. ഒന്നല്ല കേട്ടോ, ഒരെണ്ണം കഴിച്ചിട്ടുണ്ട്. കഴിച്ച് കഴിഞ്ഞപ്പോൾ തോന്നി ഇതൊന്ന് പറയാമെന്ന്. അപ്പോൾ ഓരോന്നിങ്ങനെ ഇൻസൈറ്റ് വരലാണ്. അപ്പം ഇതൊരു നേച്ചുറൽ കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ തലച്ചോറിന് എനർജി കിട്ടാൻ, പിന്നെ ഷുഗറിൻ്റെ സ്ലോ അബ്സോർപ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നാരുകളൊക്കെ അതിൽ നല്ലോണം അടങ്ങിയിട്ടുണ്ട് ഈ കാരക്കയിൽ. അപ്പോൾ എന്താവും, പെട്ടെന്ന് ഒരു വിശപ്പ് വരുന്നത് തടയാൻ നല്ലതാണ്. പിന്നെ ഈ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഒരു സ്റ്റേബിളായിട്ടുള്ള ബ്ലഡ് ഗ്ലൂക്കോസ്, രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് പിടിച്ചു നിർത്താൻ നല്ലതാണ്. അപ്പോൾ നോമ്പ് നോൽക്കുന്ന സമയത്ത് തുറക്കുമ്പോൾ നമ്മൾ കസ്റ്റഡി ഉപയോഗിക്കാണ്ട് ഒരു 2-4 കാരക്ക കഴിക്കുന്നത് നല്ലതാണ്. ഈ ഈന്തപ്പഴം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് വളരെ മന്ദഗതിയിൽ ഊർജ്ജം നൽകുന്ന ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷണമാണ്. അപ്പോൾ നമുക്കറിയാം നോമ്പ് സമയത്ത് നമുക്ക് ദീർഘസമയം ഊർജ്ജം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് സാധ്യമാവും. ഈ കാരക്കയിൽ എന്താണെന്നറിയോ, ഒരുപാട് നാരടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വയറിൻ്റെ ചലനത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ മലബന്ധം ഉണ്ടാകുന്ന തടയും. നമ്മുടെ ശരീരത്തിൽ ഉള്ള നല്ല ബാക്ടീരിയകളെ, ഗട്ട് മൈക്രോബയോം എന്ന് പറയും, അതിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഞാൻ നന്നായിട്ട് വെള്ളവും കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട് നോമ്പ് നോൽക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ നോമ്പ് നോൽക്കുന്ന സമയത്ത് ആ നോൽക്കുന്ന ഡ്യൂറേഷനിൽ ഡ്രൈ ഫാസ്റ്റിംഗ് ആണല്ലോ, വെള്ളവും കുടിക്കില്ലല്ലോ. അപ്പം മലബന്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് തടയാൻ എന്താക്കുക, നമ്മൾ രാവിലെ ഒരു 3-4 കാരക്ക കഴിച്ചിട്ട് നോമ്പ് നോൽക്കുക. പിന്നെ നമ്മുടെ ഹൃദയത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മിനറൽസിനാൽ സമ്പന്നമാണ് ഈ കാരക്ക എന്ന് പറഞ്ഞാൽ. പൊട്ടാസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അയൺ ഉണ്ട്, വൈറ്റമിൻ B6 ഉണ്ട്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന മെഡിക്കലായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ മസിലിൻ്റെയും ഞരമ്പിൻ്റെയും ഫങ്ഷൻ സ്മൂത്താക്കാൻ പറ്റും. ക്ഷീണവും മസിൽ കോച്ചിപ്പിടുത്തമൊക്കെ തടയാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണം നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. പ്രഷർ നോർമലാക്കാനും ഹൃദയത്തിനും വളരെ നല്ലതാണ്. നമുക്ക് ഒരു നോമ്പ് നോക്കുന്ന സമയത്തൊക്കെ ഏറ്റവും ഫങ്ഷനായി നിൽക്കുക നമ്മുടെ തലച്ചോറാണ്. ഏതൊരു ഭക്തി എന്തൊക്കെ ഉണ്ടാവണം, തലച്ചോറ് നല്ല ക്ലിയറായി നിൽക്കണം. നമ്മുടെ തലച്ചോറിന് ആണെങ്കിൽ എപ്പോഴും ഗ്ലൂക്കോസ് കിട്ടുകയും വേണം. അപ്പോൾ നേച്ചുറലായിട്ടുള്ളൊരു ബ്രെയിൻ ഫ്യൂവൽ, ഒരു ഇന്ധനമാണ് നമുക്ക് കാരക്കാത്തോട് നൽകുന്നത്. അപ്പോൾ നമ്മുടെ മെൻ്റൽ ക്ലാരിറ്റി, മാനസികമായിട്ടുള്ള എപ്പോഴും ഉള്ള നമ്മളൊരു ക്ലാരിറ്റി, പിന്നെ രാവിലെ ഉണ്ടാകുന്ന ക്ഷീണം ഒഴിവാക്കാൻ, നമ്മുടെ ശ്രദ്ധാശക്തി വർദ്ധിക്കാനൊക്കെ ഈ സമയത്ത് ഡേറ്റ്സ് കഴിച്ച് നോമ്പെടുക്കുന്നത് നല്ലതാണ്. നോമ്പ് നോൽക്കുമ്പം നമ്മുടെ അത്താഴത്തിന് ഒരു പ്രോട്ടീൻ മീല് ഇതിൻ്റെ കൂടെ കഴിക്കുന്നതല്ല, എഗ്ഗോ നട്ട്സോ ദാലോ, പിന്നെ ഒരു കംപ്ലീറ്റ് കാർബോഹൈഡ്രേറ്റ്സ് എന്തെങ്കിലും കഴിക്കുക, വെള്ളം നന്നായിട്ട് കഴിക്കുക, എന്നിട്ട് 2-3 ഡേറ്റ്സ് കൊണ്ട് ഫിനിഷ് ചെയ്യുക.